ഇസ്രായേൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ തന്നെയാണ്. കാരണം ഹമാസിന് തൊട്ടു പിന്നാലെ അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് മുൻപോട്ട് പോകുന്ന ഹിസ്ബുള്ള തന്നെയാണ്. കാരണം അനവധി ഗ്രൂപ്പുകളാണ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത്. ഇറാൻ്റെ ആക്രമണം ഒരു രാജ്യത്തിൻ്റെ ആക്രമണമാണ് എന്ന് കരുതാമെങ്കിൽ ഇത് ഹൂതികൾ, ഒപ്പം തന്നെ ഹിസ്ബുള്ള, IS-ൻ്റെ ഗ്രൂപ്പുകൾ, ഒപ്പം തന്നെ ഹമാസ്, അങ്ങനെ പല വിധത്തിലുള്ള ഗ്രൂപ്പുകൾ, ഭീകര ഗ്രൂപ്പുകളുടെ ആക്രമണം ഇസ്രായേൽ നേരിടേണ്ടി വരുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായി നേരിടുന്നത് ഈ ഹമാസിൽ നിന്നും ഹിസ്ബുള്ളയിൽ നിന്നും. അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ളയെ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കുക, അവരുടെ കേന്ദ്രങ്ങൾ പൂർണ്ണമായി തന്നെ ഇല്ലാതാക്കുക. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായ ബോംബിംഗ് ഇന്നലെ പുലർച്ചെയും ഇന്ന് പുലർച്ചെയും നടത്തിയതായിട്ട് IDF തന്നെ സ്ഥിരീകരിക്കുന്നു. മരണസംഖ്യ കൂടുതലാണ് എന്ന് വരുന്നു. 2 മരണസംഖ്യ അതായത് ലെബനൻ മീഡിയാസ് അത് സ്ഥിരീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും തങ്ങളുടെ ശത്രുക്കളെ, അതായത് ഈ നിലവിൽ ഇസ്രായേലിനെ എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ എപ്പോഴും മിസൈൽ ആക്രമണം മറ്റും നടത്തുന്ന ഗ്രൂപ്പുകളെ പൂർണ്ണമായി ഇല്ലാതാക്കുക, അതിനുശേഷം മറ്റേതെങ്കിലും രാജ്യത്തിൻ്റെ ആക്രമണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. കാരണം ഹമാസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഗാസയുടെ 90% ഇസ്രായേൽ സേന കൈപ്പിടിയിൽ ഒതുക്കി കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഒരു വലിയ അറ്റാക്ക് ഇപ്പോൾ നടക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്കുള്ള ബോംബിങ്ങുകൾ മാത്രമാണ്. കാരണം ഹമാസിൻ്റെ ഒരു ശക്തി ഏതാണ്ട് കുറച്ച് ചോർന്നു പോയി എന്ന് തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങളും പറയുന്നത്. ഇപ്പോൾ ഹിസ്ബുള്ളയ്ക്കെതിരെയാണ് ഇസ്രായേൽ തിരിഞ്ഞിരിക്കുന്നതും ശക്തമായ ആക്രമണം നടത്തുന്നത്. ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.